ന്യൂ ഇയറിന് മുന്നേ തന്നെ നമുക്ക് കൊച്ചി വരെ പോയാൽ ഇൻസ്റ്റയില് തന്നെ കൊച്ചിത്തെ ട്രീ ലൈറ്റ് ഇടുന്ന ചടങ്ങിന്റെ വ്ളോഗ് കണ്ടപ്പോ തന്നെ കുറെ പേരെ വ്ളോഗ് കണ്ട് ഞെട്ടിയിരിക്കുന്നു ഞാൻ. അപ്പൊ എന്തായാലും ഞാനിത് ശരിക്കും കാണാൻ പോവാണ്. ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടുള്ള 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മൾ സ്ഥലത്തെത്തി. ന്യൂ ഇയറിന് അന്ന് കത്തിക്കാനുള്ള സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച വലിയൊരു സാന്റാക്ലോസ് ആയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കാര്യം മനസ്സിലായത്. ഇങ്ങനത്തെ ഞങ്ങൾ വന്നപ്പോ തന്നെ സാന്റാക്ലോസിനെ കണ്ട്. കുഞ്ഞിക്കും ഷൈക്കിന്റെ കൊടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ കുഞ്ഞിയുടെ ബ്രദർ പോയിട്ട് അറ്റിട്ടോടും കാണിച്ച് ഷൈക്കിന്റെ ഒക്കെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോ കുഞ്ഞി സെറ്റായി കുഞ്ഞി ഷൈക്കിന്റെ ട്രീയുടെ മഞ്ഞ വെളിച്ചം കാണാനാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ട്രീ കത്തുന്നത് നോക്കി നിന്ന് കുറച്ച് പോസ്റ്റ് ആയിരുന്നു. കാരണം ഇത് എപ്പോഴാണ് കത്തിക്കാൻ നമുക്കറിയില്ലല്ലോ, വീഡിയോ കിട്ടണമല്ലോ. കുറെ പേര് ഫോണൊക്കെ തൂക്കി പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പൊ കത്തിക്കുന്നു. അതിനിടയിൽ ഒരു ബൺ മസ്ക് പോയി കഴിച്ചായിരുന്നു ഇവര്. ഞാനും കഴിച്ചായിരുന്നു. 10 പൈസക്ക് കൊള്ളില്ല. ഇത് ബൺ മസ്ക് ആണോ അതോ ക്രീം ബണ്ണാണോ എന്നാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു ആവറേജ് ടേസ്റ്റ് പോലും അതിന് വന്നു. ഈ ഒരു എക്സ്പ്രഷൻ ബൺ മസ്ക് ഇഷ്ടമാവേണ്ടതല്ല കേട്ടോ. ചുണ്ടൊന്ന് പൊട്ടിയായിരുന്നു. അതൊന്ന് കൊണ്ടുവച്ചപ്പോ നല്ല വേദന എടുത്ത നീറ്റൽ കൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷനാണ്. അങ്ങനെ കുറച്ചു നേരം ആകുമ്പോഴേക്കും ട്രീ കത്തിച്ച്. പക്ഷെ എനിക്ക് എന്തോ എന്റെ ഭാഗ്യക്കേടാവുന്നുണ്ട് ഫസ്റ്റത്തെ ആ ഭാഗം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കത്തി കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ബജ്ജി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു കലാപരിപാടി കണ്ടു. ഈ ചേട്ടൻ ആ റിങ്ങിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ ആളുടെ മോള് വന്ന് സെന്ററിൽ നിന്ന് കുറച്ച് അലമ്പാക്കി. ഞാൻ ഈ ചെയിൻ എടുത്ത് അടിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷെ അതിനെ അടുത്ത് വെച്ച് നിർത്തിയിട്ടാണ് പിന്നെ ചാടിയത്. സംഭവം നല്ല എഫേർട്ട് എടുത്തിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രായമാവാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ആ ഒരു സാധനം പുറത്തേക്ക് വരും. അത് കാരണം കണ്ടില്ലേ, തോക്കിൽ നിന്നും പോകുന്ന പോളം വിട്ടുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികളുടെ മനസ്സാ രണ്ടുപേർക്കും. അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ട്രീ നല്ല കിടിലനായിട്ട് കത്തി. അത് കഴിഞ്ഞപ്പോ വേറൊരു സംഭവം അവിടെ നടക്കണ്ടായി. മറ്റേ റിങ് എറിഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടുന്നത്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി. 100-50 അങ്ങടാണ് ആൾക്ക് കൊടുത്തതിന് നമുക്ക് ഈ റിങ് തരാം. എന്ത് ലാഭമല്ല. ഈ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ റിച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വല്ല പൂരത്തിനോ പെരുന്നാളിനൊക്കെയോ. ഇവനെറിഞ്ഞിട്ട് ഇവര് 3 പേര് ഇറങ്ങിട്ട് ഒരു കിണ്ടിയും കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെന്ന് നമുക്കറിയാലോ. പിന്നെ ഈ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. ആ പട്ടി ആരെയാന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്ത് കൊണ്ടുപോകും. എന്തായാലും കൊച്ചി നൈറ്റ് ലൈഫ് കൊള്ളാം, അടിപൊളിയായിരുന്നു. അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ ഒരു സ്റ്റെപ്പാണിത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ് അവിടുത്തെ ട്രാഫിക്. അത് ഗംഭീര. ന്യൂ ഇയർ ആവാൻ ഇനി 4-3 ദിവസമുള്ളൂ അല്ലേ. ലുലുലൊക്കെ 2026 അവിടെ ഇറങ്ങി ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ, കൊച്ചിയിലുള്ളവർക്കൊക്കെ. അപ്പൊ നമുക്ക് കാറിൽ നിന്ന് ആസ്വദിക്കാനേ പറ്റും. അങ്ങനെ നമ്മൾ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിലൊക്കെ പോയായിരുന്നു. പിന്നെ ആന്റി ഭയങ്കര ക്രിയേറ്റീവ് സ്കില്ലുള്ള ഒരാളാണ്. ഈ ചെടി വെക്കാനുള്ള സ്റ്റാൻഡ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പല സ്കില്ലും ഉള്ള ഒരു ആന്റിയാണ്. എന്തായാലും അടുത്ത വർഷം ആവാറായില്ല. അപ്പൊ ഇവള് വിചാരിച്ചിട്ടുണ്ടാവും കുറച്ച് ചെടികളൊക്കെ നോക്കാൻ. അതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ എടുത്ത് കാറിൽ ഇട്ടിട്ടുണ്ട്.